കൊല്ലം കുണ്ടറയിലെ പോലീസ് സ്റ്റേഷനിൽ അന്ന് രാത്രി എന്താണ് സംഭവിച്ചത്? പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ച സിയാദ് എങ്ങനെയാണ് മരിച്ചത്? യുവാവിന്റെ മരണത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ചോദ്യം ചെയ്യാനായി ജീപ്പിൽ കൊണ്ടുപോകുമ്പോൾ പോലീസ് മർദ്ദിച്ചുവെന്ന പെൺകുട്ടിയുടെ മൊഴി കേസിൽ നിർണായകമാണ്. കസ്റ്റഡി മർദ്ദനമാണ് മരണകാരണമെന്ന് സിയാദിന്റെ കുടുംബവും ആരോപിക്കുന്നു. സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി DGPയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്തു. ജില്ലാ ക്രൈംബ്രാഞ്ചിനാണ് അന്വേഷണ ചുമതല. സിയാദിനെ കസ്റ്റഡിയിലിരിക്കെ ക്രൂരമായി മർദ്ദിച്ചെന്നും വാരിയലിന് പരിക്കേറ്റതാണ് മരണകാരണമെന്നും കുടുംബം ആരോപിക്കുന്നു. സിയാദിന്റെ മകളും പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിലുള്ളതായി പറയപ്പെടുന്ന ഫോൺ സംഭാഷണവും പുറത്തു വന്നിരുന്നു. SI അതിൽ CPO ശ്രീജിത്ത് എന്നിവർക്കെതിരെയാണ് കുടുംബത്തിന്റെ ആരോപണം. ഞങ്ങൾക്ക് ഉറപ്പാ മറ്റാരും ഇടിച്ചിട്ടില്ല. ശ്രീജിത്ത് എന്ന് പറയുന്ന ആ പോലീസുകാരൻ മാത്രമേ എന്റെ പപ്പാടെ ദേഹത്ത് കൈ തൊട്ടിട്ടുള്ളത്. ഞങ്ങൾക്ക് ഉറപ്പാ. എനിക്ക് അങ്ങനെ അടിക്കാനൊന്നും ആരും വരുത്തൂല്ല. ചിരിച്ച മുഖത്തോടല്ല വേറൊരാളെടുത്ത് ആർക്കും ഒരു ദ്രോഹത്തിന് പോവാത്ത ആളാണ്. പിന്നെ ആദ്യം പറഞ്ഞ് അടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ അടിച്ചെന്ന് തെളിവ് വന്നപ്പോഴാണ് ഇപ്പൊ അടുത്തത് മഞ്ഞപ്പിത്തമാണ്. മഞ്ഞപ്പിത്തം ആയിരുന്നായിരിക്കും, പക്ഷെ ഇടിച്ചെടുത്ത് വെള്ളക്കെട്ടുണ്ടായി, അവിടെ പഴുപ്പായി, അങ്ങനെയല്ലേ എല്ലാം സംഭവിച്ചത്. എല്ലാം സംഭവിച്ച് ഞങ്ങൾക്ക് ഇല്ലാതാക്കി. പോലീസിൻ്റെ ഐഡി കൊണ്ടാണ് എൻ്റെ മോന് മരിക്കാൻ കാരണം. നമുക്ക് നീതി കിട്ടണം സാറേ. നീതി കിട്ടിയില്ലെങ്കിൽ ഞാൻ അവിടെ വന്ന് തൂങ്ങി മരിക്കും പോലീസ് സ്റ്റേഷനിൽ. എൻ്റെ മോന് നീതി കിട്ടണം. ഞങ്ങൾക്ക് വേറെ ആരുമില്ല. അവന് ഒരു അസുഖം വന്ന് കിടന്നിട്ടില്ല. ഒന്നും വന്നാൽ ഒരു പനി പോലും വന്നാലും ഇവിടെ കിടക്കത്തില്ല. നമുക്ക് നീതി കിട്ടണം. ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. അതേസമയം മരണകാരണം കസ്റ്റഡി മർദ്ദനമല്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം. വിട്ടയച്ചപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളില്ലായിരുന്നെന്നും പിന്നീട് ചികിത്സ തേടിയെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹൈപ്പറ്റൈറ്റിസ് പരാമർശിക്കുന്നുണ്ടെന്നുമാണ് പോലീസ് പറയുന്നത്. എന്നാൽ പോലീസ് ജീപ്പിൽ കൊണ്ടുപോകുന്നതിനിടെ മർദ്ദനം കണ്ടെന്ന ഒപ്പമുണ്ടായിരുന്ന പരാതിക്കാരിയുടെ മൊഴി കേസിൽ നിർണായകമാണ്. കൈയുണ്ട്. എവിടെ അടിച്ചു? എവിടെ അടിച്ചു ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. എന്റെ അടിക്കുന്ന ഞാൻ കണ്ടതാ. ഞാനും ശ്രീജിത്ത് സാറും അതിൽ സാറും പിന്നെ ഒരു ഡ്രൈവറും, വേറെ ആരും ഇല്ല. 12 മണി. അടിക്കുന്ന എന്തിനാണ് ആദ്യമേ ചോദിച്ചു സിയാദ്. അപ്പോഴേ സാറിങ്ങനെ പറഞ്ഞു, കൊച്ചിനെ കാണുന്നില്ല, നിനക്ക് അവനെവിടെ പോയെന്ന് അറിയെങ്കിൽ പറ. അങ്ങനെ ഓരോന്ന് ഇങ്ങനെ സാറ് ചോദിച്ചുകൊണ്ടിരുന്നിട്ട് അടിച്ചത്. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കൊല്ലം റൂറൽ SP യോട് 7 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 5-ന് അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഹാജരാകണമെന്നും കമ്മീഷൻ ഉത്തരവിട്ടു. News 18 കൊല്ലം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.